നമസ്കാരം. ഏതാനും വർഷങ്ങൾ മുമ്പുള്ള കാര്യമാണ്. പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റെടുത്ത 2014 ശേഷം ആ സമയത്ത് അദ്ദേഹം നിരവധി വിദേശയാത്രകൾ നിരന്തരം നടത്തുമായിരുന്നു. അത് നമ്മളുടെ തൊട്ട അയൽപക്കത്തുള്ള ചെറിയ രാജ്യങ്ങൾ മുതൽ അമേരിക്ക വരെയുള്ള രാജ്യങ്ങൾ. അന്ന് നമ്മളുടെ കേരളത്തിലെ പൊതുവെ എല്ലാ കാര്യങ്ങളെയും പുച്ഛത്തോടെ കാണുന്ന, അല്ലെങ്കിൽ കാര്യമറിയാതെ പുച്ഛിക്കാൻ ശ്രമിക്കുന്ന, തള്ളിക്കളയാൻ ശ്രമിക്കുന്ന ഒരു മനോഭാവമുള്ള നമ്മളുടെ നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യമാധ്യമവും അതേപോലെ തന്നെ ഒരു മുത്തശ്ശി പത്രവും അന്ന് നരേന്ദ്രമോദിക്ക് നൽകിയ ഒരു വിശേഷണമുണ്ട്. രണ്ടുപേരും ഒരേപോലെയായിരുന്നു ആ വിശേഷണം നൽകിയത്. ഉലകം ചുറ്റും വാലിബൻ എന്നാണ് ആ വിശേഷണം. അതായത് രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി ഔദ്യോഗിക സന്ദർശനത്തിന് വിദേശത്ത് പോകുമ്പോൾ അദ്ദേഹത്തെ കളിയാക്കുന്ന, പരിഹസിക്കുന്ന ഒരു തലക്കെട്ടാണത്, അല്ലെങ്കിൽ ഒരു വിശേഷണമാണ് ഉലകം ചുറ്റും വാലിബൻ. പക്ഷേ ഇവരൊന്നും അറിയാത്ത മറ്റൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയേക്കാൾ കൂടുതൽ വിദേശ സന്ദർശനം നടത്തുന്ന മറ്റൊരു നേതാവ് നമ്മളുടെ നാട്ടിൽ തന്നെയുണ്ട്. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ഇവരാരും, പ്രത്യേകിച്ച് ഈ രണ്ട് മാധ്യമങ്ങളും പറയുകയുമില്ല. നിന്ന നിപ്പിൽ ഭാരതത്തിൽ നിന്ന് കാണാതാകുകയും അങ്ങ് ഉസ്ബെക്കിസ്ഥാനിലോ അല്ലെങ്കിൽ വിയറ്റ്നാമിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ അമേരിക്കയിലോ ലണ്ടനിലോ ഒക്കെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു നേതാവ് ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളുടെ ഇപ്പോഴത്തെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ്, കോൺഗ്രസ് നേതാവ്. രാഹുൽ ഗാന്ധിയുടെ വിദേശ സന്ദർശനം എക്കാലത്തും ഒരു രഹസ്യ സ്വഭാവമുള്ളതാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനെ പലപ്പോഴും നമ്മൾ കളിയാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്, അതൊരു ട്രോളാക്കാനൊക്കെയാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹം ഈ കഴിഞ്ഞ 2024 ഡിസംബർ നമ്മളുടെ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തിൽ രാജ്യം ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ച അതേ സമയത്ത് തന്നെ താൻ നേരത്തെ നിശ്ചയിച്ച പരിപാടി ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി പറന്നത് വിയറ്റ്നാമിലേക്കാണ്. എന്തിനാണ് വിയറ്റ്നാമിൽ പോയത്? എന്തായിരുന്നു അവിടെ പരിപാടി? ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്, കോൺഗ്രസ് എന്ന പാർട്ടിയുടെ നേതാവാണ്, രാജ്യത്തിൻ്റെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമാണ്. എന്താണ് എന്ന് ആർക്കും ചോദിക്കാൻ അവകാശമില്ല. കാരണം ഇത് ഡെമോക്രസിയാണ്. ലോകമെമ്പാടും നടന്ന അദ്ദേഹം പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഡെമോക്രസി, ജനാധിപത്യം അപകടത്തിലാണെന്നാണ്. പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ അതിൽ ജനാധിപത്യവും ഇല്ല, ചോദ്യം ചെയ്യലുമില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിനെ പലപ്പോഴും നമ്മളിങ്ങനെ കളിയാക്കുകയോ അല്ലെങ്കിൽ ഇദ്ദേഹം നവവത്സരം ആഘോഷിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയുകയോ ചെയ്യുന്നു. പക്ഷേ ഇതിനപ്പുറം ഈ ഒരു വിഷയത്തിൽ അല്പം പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഗുരുതരമായ ചില സംഭവ വികാസങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഈ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കിടയിൽ ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ വിദേശ സന്ദർശനങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് 2019 ഡിസംബറിൽ അമിത്ഷാ ഒരു കണക്ക് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കണക്കനുസരിച്ച് 2015-നും 2019-നും ഇടയിൽ 247 തവണയാണ് ശ്രീ രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പറന്നത്. അതായത് ഒരു വർഷം ശരാശരി 62 പ്രാവശ്യം, ഒരു മാസം ഏതാണ്ട് 5 തവണ ശരാശരി എടുക്കുമ്പോൾ. അപ്പോൾ ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു കണക്ക്. വളരെ അസാധാരണമാണിത്. കാരണം എന്തിനാണ്, എങ്ങോട്ടാണ് പോകുന്നത്, ആരെയാണ് കാണുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം സുതാര്യമാകേണ്ടതാണ്. പക്ഷേ ഇദ്ദേഹം 2015-നും 2019-നും ഇടയിൽ, അതായത് നരേന്ദ്രമോദി അധികാരം ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ വർഷങ്ങളാണ്. ആ സമയത്ത് 247 തവണയാണ് രാഹുൽ ഗാന്ധി വിദേശ സന്ദർശനം നടത്തിയത്. ഈ സന്ദർശനങ്ങളിലൊക്കെ അദ്ദേഹം SPGയെ എന്തിനാണ് ഒഴിവാക്കുന്നത്, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ സേവനം വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം ചോദിച്ചത് പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. ഈ രണ്ട് കാര്യങ്ങൾക്കും ഒരു പ്രതികരണവും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇനി ഇദ്ദേഹം പോകുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ പോകുന്ന സന്ദർഭങ്ങൾ, കാണുന്ന ആൾക്കാർ, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടി ഒന്ന് നോക്കാം. 2019 ജൂണിൽ ഇദ്ദേഹം പാർലമെൻറ്റ് ഇലക്ഷൻ്റെ വോട്ടെണ്ണൽ നടക്കുന്നതിന് മുമ്പ്, ഇലക്ഷൻ കഴിഞ്ഞു, വോട്ടെണ്ണൽ ആയിട്ടില്ല, ആ സമയത്താണ് രാഹുൽ ഗാന്ധി മുങ്ങിയത്. അദ്ദേഹം നേരെ ലണ്ടനിലേക്ക് പോവുകയായിരുന്നു. അന്ന് പാർട്ടിയിൽ വലിയ എതിർപ്പുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ സമയത്ത്, ഒരു വളരെ പ്രധാനപ്പെട്ട സമയത്ത് അദ്ദേഹം ഇങ്ങനെ വിദേശത്തേക്ക് ഓടിപ്പോയതിൽ. ഒക്ടോബർ 2019 അസംബ്ലി ഇലക്ഷൻ നടക്കുന്ന ഹരിയാനയിലും മഹാരാഷ്ട്രയിലുമൊക്കെ അസംബ്ലി ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി ആ സമയത്ത് പോയത് ബാങ്കോക്കിലേക്കാണ്. അസംബ്ലി ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ ദിവസം തന്നെയാണ് പോയതെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് സ്ഥിരീകരണമില്ല. എന്നാൽ ഡിസംബർ 2020
ഇദ്ദേഹം ഇറ്റലിക്ക് പറന്നത് ഏത് ദിവസമാണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ 136ാമത് സ്ഥാപക ദിനത്തിലാണ് രാഹുൽ ഗാന്ധി നേരെ ഇറ്റലിയിലേക്ക് പറന്നത്. രാജ്യത്തെ പാർട്ടിയുടെ പരിപാടികളിലൊന്നും പങ്കെടുക്കാൻ അന്ന് അദ്ദേഹം തയ്യാറാകാത്തത് വിശദീകരിക്കാൻ പാർട്ടി നേതാക്കന്മാർ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. സെപ്റ്റംബർ 2021 ഇദ്ദേഹം പഞ്ചാബ് ഇലക്ഷൻ ഒക്കെ നടക്കുന്ന ആ സമയത്ത് ഇദ്ദേഹം നേരെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനവും നിർത്തിവെച്ച് ഷിംലയിലേക്ക് പോയി. അത് ഭാരതത്തിനുള്ളിൽ തന്നെയാണ് എന്നുള്ളത് ഒരു ആശ്വാസമാണ്. പക്ഷേ അവിടെ വെക്കേഷൻ പോകാൻ തിരഞ്ഞെടുത്ത സമയം ഈ പറയുന്ന പഞ്ചാബിലെ വളരെ ക്രൂഷ്യലായ ഇലക്ഷനും മറ്റു കാര്യങ്ങളും നടക്കുന്ന സമയത്താണ്. അതേപോലെ തന്നെ നവംബർ 2021 ഇദ്ദേഹം 1 മാസത്തോളം ലോങ് വെക്കേഷന് പോയി. അത് വിദേശ രാജ്യത്താണ്, പല വിദേശ രാജ്യങ്ങളിൽ പോയി എന്ന് പറയുന്നു. അതേ വർഷം തന്നെ ഇദ്ദേഹം ലണ്ടനിലും പോയിരുന്നു, അതേപോലെ ഇറ്റലിയിൽ പോയിരുന്നു. പഞ്ചാബിലെ ഈ ഇലക്ഷൻ സമയത്ത് പഞ്ചാബിലെ ഒരു റാലി തന്നെ, തെരഞ്ഞെടുപ്പ് റാലി, നേരത്തെ ഫിക്സ് ചെയ്ത റാലിയാണ്. തെരഞ്ഞെടുപ്പ് സമയമാണ്, ഒരു പാർട്ടി ഒരു രാഹുൽ ഗാന്ധിയെ പോലെ ഒരു വലിയ നേതാവിൻ്റെ റാലിയൊക്കെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ തയ്യാറെടുപ്പ് അതിന് ആവശ്യമുണ്ട്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ആ റാലിക്കില്ല, നിങ്ങൾ ആ റാലി മാറ്റിവെക്കുക എന്ന് പറഞ്ഞ് അവരെ നിർബന്ധിച്ചിട്ടാണ് ഇദ്ദേഹം നേരെ ഇറ്റലിക്ക് പോയതെന്ന് പറയുന്നു. ഏപ്രിൽ 2022 പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ കോൺഗ്രസ്സിലേക്ക് ചേരുമെന്നൊക്കെ അന്ന് അഭ്യൂഹം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ സമയമാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ സമയത്ത് ഏതാണ്ട് 10 ദിവസത്തോളം ശ്രീ രാഹുൽ ഗാന്ധി ടോട്ടലി അൺട്രേസബിൾ ആയിരുന്നു. അദ്ദേഹത്തെ ഫോണിൽ പോലും ആർക്കും ഇല്ലായിരുന്നു. അദ്ദേഹം ഭാരതത്തിൽ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഈ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ, ഒന്നുകിൽ എലക്ഷൻ, അല്ലെങ്കിൽ വലിയ സമരങ്ങൾ, വലിയ സംഘർഷങ്ങൾ, അതൊന്നും അല്ലെങ്കിൽ ഉച്ചകോടി, ചില വിദേശ നേതാക്കന്മാർ വരിക, ഉച്ചകോടി പോലെയുള്ള കാര്യങ്ങൾ നടക്കുക, ഇതിനൊക്കെ മുമ്പോ അതിന് ശേഷമോ രാഹുൽ ഗാന്ധി വിദേശത്ത് പോവുക എന്നുള്ളത് ഒരു പതിവായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. കർഷക സമരം നടന്ന 2020 അദ്ദേഹം ഇറ്റലിക്ക് പോയത്. 2019 അദ്ദേഹം CAA സമരം നടക്കുമ്പോൾ സൗത്ത് കൊറിയയിലേക്കാണ് ഇദ്ദേഹം വെച്ചുപിടിച്ചത്. അങ്ങനെ നിരവധി രാജ്യങ്ങളിലേക്ക് ഇദ്ദേഹം പോകുന്നത് ഒക്കെ ഈ രാജ്യത്ത് പല പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിഷയങ്ങളോ സന്ദർശനങ്ങളോ ഒക്കെ നടക്കുമ്പോഴാണ്. ഇത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ഇദ്ദേഹം വിദേശത്ത് പോയിട്ട് നമ്മൾക്കറിയാവുന്ന വിഷയങ്ങൾ വെച്ച്, അത് വിയറ്റ്നാമിൽ പോയിട്ട് അദ്ദേഹം തിരിച്ചു വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ. പക്ഷേ വിയറ്റ്നാമിൽ അദ്ദേഹം ഏത് പരിപാടിക്കാണ്, എന്തിനാണ് പോയത്, ആരെ കണ്ടു എന്നുള്ളത് നമുക്കറിയില്ല. പൊതു ഇടത്തിൽ അതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരങ്ങളും അവൈലബിൾ അല്ല. പക്ഷേ പൊതു ഇടത്തിൽ ഉള്ള വിവരങ്ങൾ വെച്ച് നോക്കിയാൽ ഇദ്ദേഹം കാണുന്ന ആൾക്കാർ ആരൊക്കെയാണ്? നിരവധി ആൾക്കാരുണ്ട്, പലരുടെയും ലിസ്റ്റുണ്ട്. ഇതൊക്കെ സർക്കാരിൻ്റെ കയ്യിലുണ്ട് താനും. പക്ഷേ അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു 3 പേരുടെ കാര്യം, ഈ 3 പേരെയും ഇദ്ദേഹം കണ്ടത് വർഷം 2023 24 കാര്യങ്ങൾ വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. 23 ഇദ്ദേഹം കണ്ട ഒരാൾ യൂറോപ്യൻ യൂണിയൻ്റെ ഒരു MP ആയിട്ടുള്ള പിയറി ലാറൗത്തൂഫ് എന്ന് പറയുന്ന വ്യക്തിയെയും, അതേപോലെ മറ്റൊരു MP ആയ ആൽവിന അലമെത്സ എന്ന് പറയുന്ന വ്യക്തിയുമാണ്. ഈ 2 വ്യക്തികളാണ് യൂറോപ്യൻ യൂണിയനിൽ മണിപ്പൂർ വിഷയത്തിൽ പ്രമേയം അവതരിപ്പിച്ചതും പാസാക്കിയതും. മണിപ്പൂർ വിഷയത്തിൽ അവിടെ ന്യൂനപക്ഷ പീഡനം നടക്കുന്നു എന്നും ഭാരതവിരുദ്ധമായ ചില കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ച ഈ 2 വ്യക്തികളെ കാണാൻ രാഹുൽ ഗാന്ധി മടിച്ചില്ല എന്ന് മാത്രമല്ല, അവരുമായി ചർച്ച നടത്തുകയും ചെയ്തു. ഈ 2 വ്യക്തികളെ മാത്രമല്ല ഇദ്ദേഹം 2023 കണ്ടത്. ഫാബിയോ മാസിയോ കോസ്റ്ററാഡോ എന്ന് പറയുന്ന ഇറ്റലിയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെയും ഇദ്ദേഹം കാര്യമായി കാണുകയും ചർച്ച നടത്തുകയും ചെയ്തു. ഈ കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന് പറഞ്ഞാൽ അദ്ദേഹം അടിമുടി ഭാരതവിരുദ്ധനാണ് എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഈ കോസ്റ്ററാഡോയുടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അനുയായിയും എന്ന് പറയുന്നത് പെർവേസ് ഇക്ബാൽ ലോസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം പാക് വംശജനാണ്. ഇദ്ദേഹമാണ് യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും കശ്മീർ വിഷയത്തിൽ ഭാരതത്തെ നിരന്തരമായി ആക്രമിക്കുന്ന, ഭാരതത്തിൻ്റെ നിലപാടുകളെ ശക്തമായി വിമർശിക്കുന്ന, കശ്മീർ വിഷയം ആഗോളതലത്തിൽ ഒരു തർക്ക വിഷയമായി നിലനിർത്തുന്ന ആൾക്കാരിലെ പ്രധാനിയാണ് ഈ പെർവേസ് എന്ന് പറയുന്ന വ്യക്തി. ഈ പെർവേസിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹചാരിയുമാണ് ഈ കോസ്ട്രാഡോ എന്ന് പറയുന്ന ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് നേതാവ്. ഇദ്ദേഹത്തെയാണ്
നമ്മുടെ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിച്ച് കണ്ടത്. ഇതൊക്കെ എന്തിനാണ് എന്നുള്ള ചോദ്യം വളരെ ബാലിശമാണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ ഉത്തരം നമുക്ക് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും വളരെ വ്യക്തമാണ്. ഇതുകൊണ്ട് മാത്രം തീർന്നില്ല. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇടയ്ക്ക് വിവാദമായത് നമ്മളെല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിലാണെന്നും ഇന്ത്യ ആക്രമിക്കപ്പെടുകയാണെന്നും ഇന്ത്യ നശിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദപരമായ പ്രസ്താവനകളൊക്കെ അദ്ദേഹം കേംബ്രിഡ്ജിൽ നടത്തി. ഇദ്ദേഹം കേംബ്രിഡ്ജിൽ സ്ഥിരമായിട്ട് പോകാറുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട സ്പോൺസർമാരിൽ ഒരാൾ എന്ന് പറയുന്നത് നമ്മൾ നിരന്തരം പറയുന്ന ജോർജ് സോറോസ് ആണ്. ജോർജ് സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനാണ് 2013 മുതൽ ഈ പറയുന്ന കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട സ്പോൺസർമാരിൽ ഒരാൾ. അപ്പോൾ ഈ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് രാഹുൽ ഗാന്ധി പോയി പ്രസംഗിക്കുന്നതും അവിടെ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതും ഭാരതവിരുദ്ധമായ, ഭാരതത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഭാരതത്തിലെ നിലനിൽപ്പ് വളരെ അപകടകരമാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രസംഗങ്ങളും മറ്റും നടത്തുന്നത്. അത് ഭാരതത്തിൻ്റെ ഒരു സ്റ്റാൻഡിങ് ആഗോളതലത്തിൽ കുറയ്ക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. നേരത്തെ ഞാൻ യൂറോപ്യൻ യൂണിയൻ്റെ പ്രമേയത്തിൻ്റെ കാര്യം പറഞ്ഞു, മണിപ്പൂർ പ്രമേയത്തിൻ്റെ കാര്യം. അത് വളരെ കൃത്യമായ ടൈമിങ്ങോടുകൂടിയായിരുന്നു. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിൽ പോകുന്ന സമയത്ത് തന്നെയാണ് ഈ പ്രമേയം വന്നത്. അപ്പോൾ ആ പ്രധാനമന്ത്രിയുടെ ഫ്രാൻസിലെ വിസിറ്റിൻ്റെ ആ ഒരു സന്ദർശനത്തിൻ്റെ ഒരു മാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മനഃപൂർവ്വമായ ശ്രമമായിരുന്നു. അത് വളരെ വ്യക്തമാണത്. അപ്പോൾ ഇങ്ങനെ നിരന്തരം കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഭാരതവിരുദ്ധ പ്രവർത്തനം ആഗോളതലത്തിൽ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ആൾക്കാരെ ഇദ്ദേഹം ചെന്ന് കാണുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഭാരതത്തിനെതിരെയാണ്, അല്ലാതെ മോദിക്കെതിരെയല്ല. കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ ഭാരതത്തിന് ആഗോളതലത്തിലുണ്ടായിട്ടുള്ള പ്രാധാന്യം, ആ ഇമ്പോർട്ടൻസ് അതെങ്ങനെയാണ് എന്നുള്ളത്, ഭാരതത്തിൻ്റെ പാസ്പോർട്ടിന് വിദേശ രാജ്യങ്ങൾ ഇന്ന് കൽപ്പിക്കുന്ന വില അത് എത്രത്തോളം കൂടിയിട്ടുണ്ട് എന്നുള്ളതിന്, അതിൻ്റെ മനോഭാവം, നമ്മളോടുള്ള മനോഭാവം മാറിയിട്ടുണ്ട് എന്നുള്ളതിന് ഭാരതത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന ഓരോ പ്രവാസിയും സാക്ഷ്യം പറയും. അപ്പോൾ ആ അവസരത്തിൽ ആഗോളതലത്തിൽ നടന്ന ഭാരതത്തിനുള്ളിൽ ആകെ കുഴപ്പമാണ്, ഭാരതത്തിൽ ആകെ പ്രശ്നമാണ്, ഇവിടെ ജനാധിപത്യം ഇല്ലാതാകുകയാണ്, ഇവിടെ വലിയ തോതിൽ ആക്രമണം സംഘടിപ്പിക്കപ്പെടുന്നു, ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല, ഇത്തരത്തിലുള്ള നിരന്തരം നരേറ്റീവ്സ് സൃഷ്ടിക്കാൻ നമ്മളുടെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് തന്നെ ശ്രമിക്കുകയും ഒരു വശത്തെ അത്തരം അറിയപ്പെടുന്ന യാത്രകൾ, ഇതിലെ ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു യാത്രയുണ്ട്. ആ യാത്ര ഇതുവരെ രാഹുൽ ഗാന്ധി സ്ഥിരീകരിക്കാത്ത ഒരു യാത്രയാണ്. അത് ബെൽജിയത്തിൽ പോയ യാത്രയാണ്. ആ ബെൽജിയം യാത്രയിൽ അദ്ദേഹം അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തത്, ആ പരിപാടി സംഘടിപ്പിച്ചത് ഫൗണ്ടേഷൻ ദ ലണ്ടൻ സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടന, സ്വന്തം സംഘടനയാണിത്. ഈ സംഘടനയ്ക്ക് അമേരിക്കയിലെ ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സംഘടനയുമായിട്ടൊക്കെ ബന്ധമുണ്ട്. ഇവരെല്ലാം പക്ക ഭാരതവിരുദ്ധരാണ്, മോദി വിരുദ്ധരുമാണ്. അപ്പോൾ ഇവരുടെ ഈ പരിപാടിയിൽ ഇദ്ദേഹം സംസാരിച്ചു എന്നാണ് പറയുന്നത്. അവരവകാശപ്പെടുന്നത് രാഹുൽ ഗാന്ധി അവരുടെ പരിപാടിയിൽ ചെന്നു എന്നാണ്. ഈ പറയുന്ന ഫൗണ്ടേഷൻ ദ ലണ്ടൻ സ്റ്റോറി എന്ന് പറയുന്ന ആ സംഘടനയ്ക്ക് പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമിയുമായി, ഇന്ത്യയിലെ അല്ല പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമിയുമായി അടുത്ത പുക്കിൽക്കൊടി ബന്ധമുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ആൾക്കാരുമായി നിരന്തരം ബന്ധപ്പെടുകയും ചില യാത്രകൾ പുറത്തറിയുന്നത് ഇത്തരം ബന്ധങ്ങളിലൂടെയാണ്. ചില യാത്രകൾ എന്തിനു പോകുന്നു, എപ്പോൾ വരുന്നു എന്നുള്ളത് ആരും അറിയാതെയും പോകുന്നു. വളരെ ദുരൂഹമാണ്. ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും വിശദീകരിക്കാൻ പറ്റാത്ത ഒരു ദുരൂഹത ഇത്തരം യാത്രകളിലുണ്ട്. ഒരു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആ രാജ്യത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയേക്കാൾ, ആ രാജ്യത്തെ പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ ഇത്രയും വിദേശയാത്രകൾ നടത്തുന്നത് എന്തിനാണ്? ആ ചോദ്യമെങ്കിലും പൊതുജനം ഇനിയെങ്കിലും ചോദിക്കേണ്ടത് തന്നെയാണ്. നമസ്കാരം.